കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് 16 കണ്ടെയ്നറുകൾ. കണ്ടെയ്നർ അടിഞ്ഞത് ജനവാസ മേഖലയ്ക്ക് സമീപം. കണ്ടെയ്നറുകളിൽ തുടരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. ഇന്ന് 11 ജില്ലകളിൽ റെഡ് അലർട്ട്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രത. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. മലയോര തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. മുൻതൂക്കം ആര്യാടൻ ഷൗക്കത്തിന്. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. നിലമ്പൂരിൽ മത്സരിക്കുന്നതിൽ BJP-യിൽ ആശയക്കുഴപ്പം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പു കേസിൽ ED ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കുറ്റപത്രം സമർപ്പിക്കുക കലൂർ PMLA കോടതിയിൽ. കേസിൽ 80-ലധികം പ്രതികൾ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില ഗുരുതരമായി തുടരുന്നു. ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ. തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ പ്രവാഹം നിലച്ചെന്ന് ഡോക്ടർമാർ. മാസപ്പടി കേസിൽ CMRLന്റെ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ. SFIയുടെ തുടർ നടപടികൾ തടയണമെന്ന ആവശ്യം. SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയിലും കോടതി വാദം കേൾക്കും. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ 50% തീരുവ ചുമത്തുന്നത് ജൂലൈ 9 വരെ നീട്ടി ഡൊണാൾഡ് ട്രംപ്. വ്യാപാര കരാർ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ധാരണ. തീരുമാനം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമായുള്ള ചർച്ചയെ തുടർന്ന്.